ഒരു ടൗൺ മൗസും ഒരു കൺട്രി മൗസും സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം കൺട്രി മൗസ് തന്റെ സുഹൃത്തിനെ വയലിലെ തന്റെ വീട്ടിൽ വന്നു കാണാൻ ക്ഷണിച്ചു. ടൗൺ മൗസ് വന്നു. അവർ ബാർലിഗോണുകളുടെയും വേരുകളുടെയും അത്താഴത്തിന് ഇരുന്നു. അവയ്ക്ക് വ്യക്തമായ മണ്ണിന്റെ രുചി ഉണ്ടായിരുന്നു. അതിഥിയുടെ രുചിക്ക് അത്ര രുചിയുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൻ പൊട്ടിത്തെറിച്ചു. എന്റെ പാവം പ്രിയ സുഹൃത്തേ, ഉറുമ്പുകളെക്കാൾ മികച്ചതല്ല നീ ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ കാണാം. നീ വന്ന് എന്നോടൊപ്പം താമസിക്കണം. നിങ്ങൾ ഭൂമിയിലെ കൊഴുപ്പിൽ ജീവിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ അവൻ പട്ടണത്തിൽ മടങ്ങിയെത്തിയപ്പോൾ അവൻ കൺട്രി മൗസിനെ കൂട്ടിക്കൊണ്ടുപോയി. മാവും ഓട്സ്, അത്തിപ്പഴം, തേൻ, ഈത്തപ്പഴം എന്നിവ അടങ്ങിയ ഒരു ലാഡറിൽ അവനെ കാണിച്ചു. കൺട്രി മൗസ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. സുഹൃത്ത് നൽകിയ ആഡംബരങ്ങൾ ആസ്വദിക്കാൻ ഇരുന്നു. എന്നാൽ അവ നന്നായി തുടങ്ങുന്നതിനു മുമ്പ് ഗോവണിയുടെ വാതിൽ തുറന്നു ഒരാൾ അകത്തേക്ക് വന്നു. 2 എലികൾ ഓടിച്ചെന്ന് ഇടുങ്ങിയതും വളരെ അസുഖകരമായതുമായ ഒരു ദ്വാരത്തിൽ ഒളിച്ചു. ഇപ്പോൾ എല്ലാം ശാന്തമായപ്പോൾ അവർ വീണ്ടും പുറത്തിറങ്ങി. എന്നാൽ മറ്റാരോ അകത്തേക്ക് വന്നു. അവർ വീണ്ടും പിണങ്ങി. ഇത് സന്ദർശകനെ സംബന്ധിച്ചിടത്തോളം അമിതമായിരുന്നു. ഗുഡ് ബൈ, അവൻ പറഞ്ഞു. ഞാൻ യാത്രയായി. നിങ്ങൾ ആഡംബരത്തിന്റെ മടിത്തട്ടിലാണ് ജീവിക്കുന്നത്, എനിക്ക് കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾ അപകടങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ വീട്ടിൽ എനിക്ക് വേരുകളും ചോളവുമുള്ള എന്റെ ലളിതമായ അത്താഴം സമാധാനത്തോടെ ആസ്വദിക്കാം. എല്ലാവർക്കും എന്റെ ഈ കൊച്ചു കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ.